ഖുർആൻ യാത്രയുടെ 10-ാം ദിവസം സൂറത്തുൽ അൻഫാൽ 41-ാം സൂക്തം മുതൽ സൂറത്തു തൗബ 92-ാം സൂക്തം വരെയുള്ള വിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ ജുസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാമൂഹിക വ്യവസ്ഥയുടെ അടിയാധാരങ്ങളായി നിൽക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും കപടവിശ്വാസികളുടെ നിലപാടുകളെക്കുറിച്ചുമാണ് കേന്ദ്ര പ്രമേയമായി ഈ ജുസ് സംസാരിക്കുന്നത്. യുദ്ധാർജിത സ്വത്തിൽ നിന്ന് സമൂഹത്തിലെ അഗതികൾക്കും പാവപ്പെട്ടവർക്കുമുള്ള വിഹിതത്തെക്കുറിച്ച് പരാമർശിച്ച് സാമ്പത്തിക വിതരണത്തിന്റെ ക്രമത്തെ നിശ്ചയിക്കുകയാണ് 41-ാമത്തെ സൂക്തം ചെയ്യുന്നത്. വെല്ലുവിളികൾ നേരിടുമ്പോൾ പതറാതെ അള്ളാഹുവിനെ സ്മരിച്ച് ഉറച്ചു നിൽക്കുക എന്ന കൽപ്പനയാണ് 45-ാം സൂക്തത്തിലുള്ളത്. മനുഷ്യനെ തെറ്റായ വഴിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അവസാനം അവനെ കൈവിടുന്ന സ്വഭാവമാണ് പിശാചിനുള്ളതെന്നും അവൻ വഞ്ചകനാണെന്നും ഉറപ്പിച്ചു പറയുകയാണ് 48-ാമത്തെ സൂക്തത്തിൽ. ശത്രുക്കളെ ഭയപ്പെടുത്താൻ തക്കവണ്ണം നിങ്ങൾ പ്രതിരോധം കൈവരിക്കണമെന്നും നിങ്ങളുടെ ശക്തിയും നിപുണിയും നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും പ്രതിരോധ ശേഷിയെ മുൻനിർത്തിക്കൊണ്ട് 60-ാം സൂക്തത്തിൽ ആജ്ഞയുണ്ട്. ശത്രുപക്ഷം സമാധാനത്തിന് തയ്യാറായാൽ നിങ്ങൾ അത് സ്വീകരിക്കണമെന്നും അത് സമാധാനത്തിന്റെ വഴിയായി മനസ്സിലാക്കണമെന്നും 61-ാമത്തെ ആയത്ത് നമ്മളോട് സംസാരിക്കുകയാണ്. വിശ്വാസവഞ്ചന കാണിച്ചവരോടുള്ള കർശനമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ബറാഅത്തും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നുള്ള പൂർണ്ണമായ ബറാഅത്ത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സൂറത്തു തൗബ തുടങ്ങുന്നത്. കേവലം ഒരു കെട്ടിടമല്ല, വിശ്വാസവും ആരാധനയും ഉൾച്ചേർന്നതാണ് പള്ളിയുടെ ജീവൻ എന്ന് വിശദീകരിക്കുകയാണ് പള്ളികളുടെ സംരക്ഷണത്തെ മുൻനിർത്തിയുള്ള 18-ാമത്തെ സൂക്തം ചെയ്യുന്നത്. എണ്ണക്കൂടലിൽ നിങ്ങൾ അഹങ്കരിച്ചാൽ നിങ്ങളുടെ വിജയം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ മറന്നുപോകാൻ അത് കാരണമാകുമെന്ന് ഹുനൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലം വിശദീകരിച്ച് പടച്ചതമ്പുരാൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്നു. സമാധാനം പുലർത്തേണ്ട പ്രത്യേക മാസങ്ങളുടെ പവിത്രത വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ മാസങ്ങളെക്കുറിച്ച് പറയുകയാണ് 36-ാമത്തെ സൂക്തത്തിൽ. നിർബന്ധിത ദാനം ലഭിക്കാൻ അവകാശപ്പെട്ട സക്കാത്തിന്റെ 8 വിഭാഗങ്ങളെയാണ് 60-ാം സൂക്തം വിശദീകരിക്കുന്നത്. മതവിഷയങ്ങളെയും വിശ്വാസത്തെയും തമാശയാക്കുന്നത് ഗൗരവതരമായ തെറ്റാണെന്നും അത്തരത്തിലുള്ള പരിഹാസം ഒഴിവാക്കപ്പെടേണ്ടതുമാണെന്നുള്ള കർശനമായ സൂചനയാണ് 65-ാം സൂക്തത്തിലുള്ളത്. വിശ്വാസം കൈമുതലാക്കി സൽപ്രവർത്തനങ്ങളിൽ മുന്നോട്ടു പോയി അള്ളാഹുവിങ്കിൽ നിന്ന് വിജയം നേടുന്നവർക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയാരാമങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിന്റെ 72-ാം ആയത്ത് ചെയ്യുന്നത്. അള്ളാഹുവിലേക്ക് പരമാവധി നടന്നെടുക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്ന സൽപ്രവർത്തനത്തിൽ മുന്നോട്ടു പോകാനുള്ള പ്രേരണയാണ് ഇതിന്റെ അവസാന ഭാഗങ്ങളിലുള്ളത്.